എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇവിടെ വന്നേ പിന്നെ മോന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അച്ഛനോട് ഒത്തിരി നന്ദിയുണ്ട് ഞങ്ങൾക്ക് പറയാനായിട്ട്. കാരണം ഒരുപാട് കെയറിങ് ആണ് അച്ഛൻ. അതുപോലെ തന്നെ പിള്ളേരെ ആണെങ്കിലും ഭയങ്കര വാല്യുബിളായിട്ടാണ് അച്ഛൻ എടുക്കുന്നത്. ടീച്ചേഴ്സാണെങ്കിലും അതുപോലെ സപ്പോർട്ടീവാണ്. ഒത്തിരി ഹാർഡ് വർക്ക് എല്ലാ ടീച്ചേഴ്സും ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് ഇവിടെ വരുന്ന എല്ലാ പിള്ളേരിലും കാണാൻ പറ്റും. പിന്നെ ഭയങ്കര ലവിങ് ആണ് എല്ലാവരും, ഭയങ്കര കെയറിങ് ആണ്. സ്വന്തം ഒരു ഫാമിലി പോലെ നമുക്ക് ഇവിടെ വന്നാൽ ഫീൽ ചെയ്യും. എന്ത് കാര്യമാണെങ്കിലും ഒരു മുടക്കവും കൂടാതെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ചെയ്തു തരും. എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര സപ്പോർട്ടീവാണ് ഇവിടെയുള്ള എല്ലാ ആൾക്കാരും. നമുക്കൊരു ഫാമിലിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ആണെന്ന് നമുക്ക് തോന്നിപ്പോകും. മോനാണെങ്കിൽ നല്ല ചേഞ്ച് ഉണ്ട്, ഒത്തിരി വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒത്തിരി ബ്ലെസ്സിങ്സും കാര്യങ്ങളും ഉണ്ട്. അച്ഛൻ എപ്പോഴും പിള്ളേരെ ആണെങ്കിലും എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും അച്ഛൻ വിളിക്കുകയും അതുപോലെ എല്ലാ കാര്യങ്ങളും പിള്ളേരുടെ ശ്രദ്ധിക്കുകയും ഒരു മിനിറ്റ് പോലും അച്ഛൻ അങ്ങനെ വെറുതെ ഇരുന്ന് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ഫർദർ കാര്യങ്ങൾ അച്ഛൻ ഓരോ ദിവസം സ്റ്റാഫും ടീച്ചേഴ്സും ഒക്കെ ആണെങ്കിലും നമുക്ക് ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളും അത് കറക്റ്റായിട്ട് ഓരോ പ്രാവശ്യം റിവ്യൂ എടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് രീതിയിൽ ഓരോ ആഴ്ച ബേസിസിൽ റിവ്യൂ എടുക്കും. ഓരോ ആഴ്ച എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് ക്ലാസ് മിസ്സാക്കാത്ത രീതിയിൽ നമുക്ക് തരുവും. അതുപോലെ ഓരോ റിവ്യൂ എടുത്തു കഴിയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഏത് രീതി ഫോളോ ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്കത് എങ്ങനെ എവിടം വരെ കുട്ടി നമ്മുടെ എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ നമുക്കുണ്ട് എന്നുള്ള രീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. പേരൻസിനാണെങ്കിലും ഇപ്പം അറിയില്ലാത്ത പേരൻസിനാണെങ്കിലും ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. ഒത്തിരി താങ്ക്സ് ഉണ്ട് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോടും അച്ഛനോടും സ്റ്റാഫിനോടും നിങ്ങളെല്ലാവരോടും.